ഹലോ എവരിവൺ, വെൽക്കം ടു KL അനലിറ്റിക്സ് ഹബ്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. KL അനലിറ്റിക്സ് ഹബിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റ അനാലിസിസ് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഡേറ്റ അനാലിസിസിൻ്റെ ജേർണി തുടങ്ങുന്നത് പൈത്തണിൽ നിന്നാണ്. അപ്പോൾ പൈത്തൺ പഠിക്കാനായിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ ഒന്നെങ്കിൽ പൈചാമിൻ്റെ കമ്മ്യൂണിറ്റി എഡിഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ കോലാബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൽ വേണമെങ്കിലും നമുക്ക് പൈത്തൺ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പൈചാം കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. പൈചാമിൻ്റെ കമ്മ്യൂണിറ്റി എഡിഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഒരു ബ്രൗസറിൽ പൈചാം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ JetBrains-ൻ്റെ സൈറ്റ് വരും. www.jetbrains.com നിന്നാണ് നമ്മൾ പൈചാം ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന പൈചാം പ്രൊഫഷണൽ ആണ്, അതെടുക്കരുത്. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ താഴെ പൈചാം കമ്മ്യൂണിറ്റി എഡിഷൻ വരും, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടും. ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിൽ ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത എക്സിക്യൂട്ടബിൾ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഡെസ്റ്റിനേഷൻ ഫോൾഡറാണ്, ഇത് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെത് ഇപ്പോൾ സിയിൽ തന്നെയാണ് കിടക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ടും ദെൻ ഒരു പാത്തും ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, അത് ഓരോ സിസ്റ്റത്തിനെയും ബേസ് ചെയ്തിരിക്കും. ദെൻ റീബൂട്ട് ചെയ്യുക. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്, റീബൂട്ട് ചെയ്യുക. ഞാനിത് ഐ വോണ്ട് ടു മാനുവലി റീബൂട്ട് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ദെൻ ഫിനിഷ് ചെയ്യുക. അത് നമുക്ക് പൈചാം ലോഞ്ച് ചെയ്യാം. ഇവിടെ ഐ കൺഫേം കൊടുക്കുക, എഗ്രിമെൻ്റ് ആണ്. കണ്ടിന്യൂ കൊടുക്കുക. ഡേറ്റ ഷെയറിങ് ഞാൻ ഡോൺ സെറ്റ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പൈചാമിൻ്റെ വിൻഡോ. ഇതിൽ നമുക്ക് ന്യൂ പ്രോജക്റ്റ് ആയിട്ട് ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു നെയിം കൊടുക്കുക, പൈത്തൺ പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഏത് ഡെസ്റ്റിനേഷനിലാണ് അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആദ്യമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സോ ബി പേഷ്യൻറ്റ്. സോ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൈത്തണിൻ്റെ പൈചാമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പൈത്തൺ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ. അതിൻ്റെ പ്രോജക്റ്റ് ഫോൾഡറാണ്, അതിൻ്റെ പാത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പൈത്തൺ ഫയൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പൈത്തൺ പ്രോജക്റ്റിൻ്റെ പൈത്തൺ പ്രോജക്റ്റിന് നെയിം കിടക്കുന്നിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, പൈത്തൺ ഫയൽ എടുക്കുക. എന്നിട്ടൊരു പുതിയ ഫയലിനൊരു നെയിം കൊടുക്കണമല്ലോ. ഇപ്പോൾ test1 എന്ന് ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുന്നു. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹൈഡ് ഉണ്ട്, അത് വെച്ച് ക്ലോസ് ചെയ്യാം. ദെൻ ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും ഓപ്പൺ ആയി വരും. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ടെസ്റ്റാണ്. ഇവിടെ നമ്മളിപ്പോൾ എന്താണ്, നമ്മുടെ എല്ലാ ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ആദ്യം പഠിക്കുന്ന ഒരു സാധനമാണ് പ്രിൻ്റ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഹലോ വേൾഡ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എഴുതി നമ്മൾ ഇവിടെയാണ് റൺ ചെയ്യുന്നത്. കണ്ടോ, അതിലിപ്പോൾ ഇത് കറണ്ട് ഫയൽ എന്നാണ് കിടക്കുന്നത്. നമുക്ക് ഒറ്റ ഫയലല്ലേ ഉള്ളത്, അതുകൊണ്ട് അല്ലാത്തപ്പോൾ നമ്മൾ ഏത് ഫയലാണ് ഓപ്പൺ ആകുന്നത് അതിൻ്റെ പേര് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ കറണ്ട് ഫയൽ എന്നാക്കി കൊടുക്കുകയോ വേണം. എന്നിട്ട് റൺ ചെയ്യിക്കുക. ഒന്നെങ്കിൽ ഇവിടെ പ്ലേ ബട്ടൺ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റും F10 പ്രസ് ചെയ്ത് റൺ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ
ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആയി വരും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് ഒരു പ്രിന്റിംഗ് മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ PyCharm ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ PyCharm വെച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, ഗൂഗിൾ കൊലാബും ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.